പോളിടെക്നിക്കിലെ ലഹരിവേട്ടയിലെ പ്രധാന പ്രതി ഒളിവിലാണ്. 3ാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശിക്ക് വേണ്ടിയാണ് കോളേജിൽ കഞ്ചാവ് എത്തിച്ചതെന്ന് ആഷിഖ് ഷാരിഖും പോലീസിന് മൊഴി നൽകി. 3ാം വർഷ വിദ്യാർത്ഥിക്കുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഇതിലെ പ്രധാന പ്രതി ഉൾപ്പെടെ ഒളിവിലാണ്. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? രേണുക, കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ ഒരാൾ ആകാശിനെ ഇന്നലെ തന്നെ ഹോസ്റ്റലിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് രാവിലെ 2 പേരെ, ആഷിഖ് ഷാരിഖ് എന്നിവരെയാണ് ഇന്ന് രാവിലെ പോലീസ് പിടികൂടി ശേഷം കോടതിയിൽ ഹാജരാക്കാനിരിക്കുന്നത്. അങ്ങനെ ഈ കേസിൽ 3 പേരെയാണ് പിടികൂടിയത്. പക്ഷെ പോലീസ് പറയുന്നത് കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് കൊല്ലം സ്വദേശിയായ ഈ കോളേജിൽ തന്നെ പഠിക്കുന്ന 3ാം വർഷ വിദ്യാർത്ഥിയെ കൂടി പോലീസ് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. പോലീസ് പറയുന്നത് പ്രകാരം ആഷിഖും ഷാരിഖും കഞ്ചാവ് കൊണ്ടുവന്നത് ഈ വിദ്യാർത്ഥിയുടെ ആവശ്യപ്രകാരമാണ്. ഒപ്പം ഈ വിദ്യാർത്ഥിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. റെയ്ഡിനിടെ ഈ ഹോസ്റ്റലിൽ നിന്നും, അതായത് കഴിഞ്ഞ ദിവസം രാത്രി ഹോസ്റ്റലിൽ നടന്ന പരിശോധനയിൽ പോലീസ് എത്തുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്നും 2 യുവാക്കൾ ഓടി രക്ഷപ്പെട്ടിരുന്നതായി പോലീസിന് മനസ്സിലായി. അത് ആഷിഖും ഷാലിഖും ആണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ കൊല്ലം സ്വദേശിയായ ആ വിദ്യാർത്ഥി പറഞ്ഞത് പ്രകാരമാണ് ഇവർ ഹോസ്റ്റലിൽ ലഹരി എത്തിച്ചത് എന്നുകൂടി പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വിദ്യാർത്ഥിയെ കൂടി കണ്ടെത്തിയാൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കും എന്നൊരു നിഗമനത്തിലാണ്. ഇപ്പോൾ അയാൾ ഒളിവിലാണെന്ന് കൂടി പോലീസിന് മനസ്സിലാകുന്നുണ്ട്. ഉടനെ തന്നെ ഇയാളെ എവിടെയാണെന്ന് കണ്ടെത്തി വിശദമായ ചോദ്യം ചെയ്യൽ, അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊന്ന്, കൂടുതൽ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഈ 3 പേരല്ല, പൂർവ്വ വിദ്യാർത്ഥികൾ മാത്രമല്ല, അവിടെ പഠിക്കുന്ന മറ്റ് ചില കുട്ടികൾക്കും ഇതുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുക എന്നുകൂടിയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ലഹരി വിൽപ്പനയ്ക്ക് പിന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയമാണ് പോലീസിനുള്ളത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് നവമി റിപ്പോർട്ട് ചെയ്യുന്നത്. കളമശ്ശേരി മയക്കുമരുന്ന് കേസിൽ പ്രതിയായതിനെ തുടർന്ന് അഭിരാജിനെ SFIയിൽ നിന്ന് പുറത്താക്കി. ഇന്നലെ ചേർന്ന യൂണിറ്റ് സമ്മേളനത്തിലാണ് തീരുമാനം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, ഇത് മറ്റൊരു നിവർത്തിയുമില്ലാതെ എടുത്ത ഒരു നടപടി എന്ന നിലയിൽ വേണമോ കാണാൻ? എന്താണ് ഈ നടപടി സ്വീകരിച്ചുകൊണ്ട് SFI പറയുന്നത്? രേണുക, യൂണിയൻ ഭരിക്കുന്ന സംഘടന, വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തപരമായ ഒരു നീക്കമാണ് തങ്ങളുടെ ഭാഗത്തേക്ക് എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ് അതിന്റെ ഭാഗമായി ഇന്നലെ കൂടിയ, അതായത് നേരത്തെ തന്നെ യൂണിറ്റ് സമ്മേളനം ഇന്നലെ തീരുമാനിച്ചിരുന്നു. ആ യൂണിറ്റ് സമ്മേളനത്തിൽ അഭിരാജിനെ പുറത്താക്കുകയാണ് ചെയ്തത്. അഭിരാജ് ഇപ്പോൾ യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ SFIയുടെ പാനലിൽ നിന്നാണ് മത്സരിച്ചതെങ്കിലും അയാൾക്ക് SFIയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്ന തരത്തിൽ, അതായത് അംഗത്വം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും റദ്ദ് ചെയ്യുന്ന തരത്തിലേക്കാണ് SFIയുടെ നീക്കമെന്നാണ് സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. മാത്രമല്ല, അത് മാധ്യമങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് SFI സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത്. വലിയ വിമർശനമാണ്. SFIയുടെ ഒരു ഭാഗമായിരുന്ന ഒരാൾ ഇതിൽ കേസിൽ പ്രതിയായി എന്നുള്ള തരത്തിലേക്ക് മാധ്യമങ്ങൾ ആഘോഷിച്ചു. അതേസമയം ഇത്തരം തിരുത്തുകൾ വന്നപ്പോൾ ഈ ഷാരിഖും ആദിലും ഉൾപ്പെടെയുള്ള ആഷിഖും ഉൾപ്പെടെയുള്ള ആളുകൾ KSU പ്രവർത്തകരായിട്ട് കൂടി അതിന് തിരുത്തി നൽകാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നുള്ള വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് SFI വാർത്താ സമ്മേളനം അവസാനിക്കുന്നത് തന്നെ. ഈ വാർത്തയ്ക്ക്, അതായത് കളമശ്ശേരി പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഇത് കേരളത്തിൽ ഇത്രയധികം ചർച്ചയാകാനുണ്ടായ സാഹചര്യം, പ്രതികളിൽ ഒരാൾ SFIക്കാരനാണ് എന്നുള്ള ഒരൊറ്റ കാരണം മാധ്യമങ്ങൾ ആഘോഷിച്ചത് കൊണ്ടാണ് എന്നുള്ള വിമർശനമാണ്. അതേസമയം രേണുക, കൃത്യമായി പറയുകയാണെങ്കിൽ ഈ പ്രതി SFIക്കാരനാണോ എന്നുള്ള കാര്യത്തിന് കൺഫർമേഷന് നിന്നത് ആ വാർത്ത ഇന്നലെ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്ത ആളെന്നുള്ള നിലയിൽ എനിക്ക് അത് വളരെ കൃത്യമായി അറിയാം. കാരണം ഇതൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായ ആളാണോ എന്ന് കൃത്യമായി കൺഫേം ചെയ്യുന്നതുവരെയും പ്രിൻസിപ്പൾ ആ കാര്യം ഉറപ്പിക്കുന്നതുവരെയും നമ്മൾ അതിൽ അങ്ങേയറ്റം സംയമനം പാലിച്ചിരുന്നു. മാധ്യമ മര്യാദയെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 പ്രത്യേകിച്ചും അത്തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രതികൾക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാദികളുടെ പോലീസിന്റെ വേർഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്.
SFIയുടെ അംഗമായിരുന്ന അല്ലെങ്കിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയ അഭിരാജ് പറഞ്ഞത് തന്നെ മുറിയിലേക്ക് യൂണിയൻ അംഗമായതുകൊണ്ട് പോലീസ് തന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി നീ യൂണിയൻ അംഗമാണോ എന്നാൽ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള മട്ടിൽ തന്നെ റൂമിലേക്ക് കൊണ്ടുപോയ ശേഷം തന്റെ റൂമിൽ നിന്നും കഞ്ചാവ് എടുക്കുകയായിരുന്നു. അത് ഇവരൊപ്പമാണ് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ പോലീസ് തിരിച്ചത് കൃത്യമായി പറയുന്നുണ്ട്. ഇവരുൾപ്പെടെയുള്ള അല്ലെങ്കിൽ അഭിരാജ് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട്. അഭിരാജിന്റെ മുറിയിൽ നിന്ന് ഉൾപ്പെടെ ഇത് പിടിച്ചെടുത്ത ദൃശ്യങ്ങളുണ്ട്. അതേസമയം 2 വാർഡന്മാർ ആ ഹോസ്റ്റലിലുണ്ട്. അതിന്റെ കാര്യത്തിലും വ്യക്തതയില്ല. 10 മണിക്ക് ശേഷം ഹോസ്റ്റലിലേക്ക്, അതായത് ഗേറ്റ് പൂട്ടും, ഹോസ്റ്റലിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും പ്രിൻസിപ്പാൾ പറയുന്നുണ്ട് ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ പലരും വന്നു പോകുന്ന സാഹചര്യമുണ്ട്. അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത സാഹചര്യത്തിൽ വന്നു പോകുന്നുണ്ട് എന്നൊക്കെ കൃത്യമായി ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. അതിനുശേഷവും പ്രിൻസിപ്പലിന്റെ പരാതി 12-ാം തീയതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. ഡാൻസ് ഹൗസ് സംഘമായാലും കൊച്ചിയിലെ ലഹരി സ്ക്വാഡായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന അത് മഫ്തിയിൽ ഉൾപ്പെടെ ക്യാമ്പസിലെത്തിയ ശേഷമാണ് അവർ പരിശോധന നടത്തിയത്. അതായത് കൃത്യമായി ഈ ക്യാമ്പസിൽ ലഹരിയുടെ അമിത ഉപയോഗമുണ്ട് എന്ന് പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് വളരെ വ്യക്തമായി അറിയാമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ കൃത്യമായ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പോകുന്നത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കുന്നത്. അതേ തുടർന്ന് മാധ്യമ വാർത്തയിൽ ഇടം പിടിക്കാനുണ്ടായ സാഹചര്യം SFI കാരനായതുകൊണ്ടാണ്, പ്രതി SFI കാരൻ എന്നുള്ളത് മാത്രമാണ്. അതായത് മാധ്യമങ്ങൾക്ക് മേലെ വലിയ വിമർശനം ഉന്നയിക്കുക മാത്രമാണ് SFI സെക്രട്ടറി ചെയ്തത്. മാധ്യമങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് SFI നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ അഭിരാജിനെതിരെ നടപടി എടുക്കുകയും ചെയ്തിരിക്കുന്നു. SFIയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.